അയോധ്യയിലെ രാമക്ഷേത്രം ഉൾപ്പെടുന്ന ഫൈസാബാദ് മണ്ഡലത്തിലെ തോൽവിയുടെ ആഘാതത്തിൽ നിന്ന് ബി.ജെ.പി. ഇനിയും മുക്തമായിട്ടില്ല. ഫൈസാബാദിൽ എന്ത് സംഭവിച്ചെന്ന് ചർച്ച ചെയ്യാൻ 2 ദിവസം നീണ്ട രഹസ്യ യോഗമാണ് ബി.ജെ.പി. നടത്തിയത്. ഇപ്പോഴിതാ ബി.ജെ.പിയുടെ തോൽവിയിൽ വിമർശനം നടത്തിയ പൂജാരിയുടെ ഗൺമാനെ പിൻവലിച്ചെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. അയോധ്യയിലെ പ്രശസ്തമായ ഹനുമാൻ ഗാർഹി ക്ഷേത്രത്തിലെ മുഖ്യ പൂജാരിയായ മഹൻ രാജുദാസിനെതിരെയാണ് നടപടി. കഴിഞ്ഞ ദിവസം യു.പി. മന്ത്രിമാരായ സൂര്യപ്രതാപ് ഷാഹിയും ജെയിൻ സിംഗും വിളിച്ചു ചേർത്ത തെരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിലായിരുന്നു പ്രകോപനത്തിനിടയാക്കിയ സംഭവം. യോഗത്തിൽ വൈകിയെത്തിയ പൂജാരി ഫൈസാബാദിലെ തോൽവിക്കുള്ള കാരണം നിരത്തി. ജില്ലാ ഭരണകൂടത്തിന്റെ പ്രവർത്തനങ്ങളാണ് പാർട്ടിയുടെ സിറ്റിംഗ് എം.പി. ലല്ലു സിംഗിന്റെ പരാജയത്തിന് പിന്നിലെ പ്രധാന കാരണമെന്നായിരുന്നു വാദം. തോൽവിക്ക് പാർട്ടി പ്രവർത്തകരെ മാത്രം കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല, ജില്ലാ ഭരണകൂടത്തിനും ഇതിൽ ഉത്തരവാദിത്തമുണ്ടെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് രാമക്ഷേത്രത്തിനടുത്തുള്ള വ്യാപാര സ്ഥാപനങ്ങളും മറ്റും ഒഴിയണമെന്ന് നിർദ്ദേശിച്ച് ഭരണകൂടം നോട്ടീസ് നൽകിയിരുന്നു. ക്ഷേത്ര പരിസരത്തെ വികസന പ്രവർത്തികൾക്കായാണ് ഉത്തരവെന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ നടപടി ബി.ജെ.പിക്കെതിരെ ജനവികാരം ശക്തമാക്കാനാണ് ഇടയാക്കിയതെന്ന് രാജുദാസ് വാദിച്ചു. യോഗത്തിലുണ്ടായിരുന്ന ഫൈസാബാദ് ജില്ലാ മജിസ്ട്രേറ്റ് നിതീഷ് കുമാറിന് പൂജാരിയുടെ വാദങ്ങൾ അത്ര പിടിച്ചില്ല. രാജുദാസിന്റെ വാദങ്ങൾ തള്ളി അദ്ദേഹം രംഗത്തെത്തുകയും ഇത് കൂടുതൽ വാഗ്വാദത്തിലേക്ക് നയിക്കുകയും ചെയ്തു. പിന്നാലെ പോലീസ് സൂപ്രണ്ടിനെ കൂട്ടി യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു. ഏതാനും മിനിറ്റുകൾക്ക് ശേഷം യോഗം നടക്കുന്ന ഹാളിൽ നിന്ന് പുറത്തിറങ്ങിയ രാജുദാസിന് അറിയാനായത് അദ്ദേഹത്തിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥനെ പിൻവലിച്ചെന്ന വാർത്തയാണ്. സംഭവത്തിൽ ആർക്കും പരാതി നൽകാൻ ഉദ്ദേശിക്കുന്നില്ലെന്നാണ് രാജുദാസിന്റെ പ്രതികരണം. സന്യാസിമാരുടെ സർക്കാരിലാണ് ഇത്തരത്തിൽ സന്യാസിമാർ അപമാനിക്കപ്പെടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. രാജുദാസിനെതിരെ ക്രിമിനൽ കേസുകൾ നിലനിൽക്കുന്നതിനാൽ അദ്ദേഹത്തിന്റെ ഗൺമാനെ പിൻവലിക്കാനുള്ള നടപടികൾ നടന്നു വരികയായിരുന്നുവെന്നാണ് സംഭവത്തിൽ പ്രതികരണം തേടിയപ്പോൾ ജില്ലാ മജിസ്ട്രേറ്റ് പറഞ്ഞത്. 2013, 2017, 2023 വർഷങ്ങളിലായി രാജുദാസിനെതിരെ 3 ക്രിമിനൽ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ 3 സുരക്ഷാ ഉദ്യോഗസ്ഥരെയും പിൻവലിക്കാൻ തീരുമാനിച്ചിരുന്നു. ഇതിൽ ആദ്യത്തെ 2 പേരെ നേരത്തെ തന്നെ പിൻവലിക്കുകയും ചെയ്തതാണെന്നും മജിസ്ട്രേറ്റ് നിതീഷ് കുമാർ പറയുന്നു. ജീവൻ അപകടത്തിലാണെന്ന് ചൂണ്ടിക്കാട്ടിയുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലാണ് രാജുദാസിന് ഗൺമാന്മാരെ അനുവദിച്ചിരുന്നതെന്നാണ് മജിസ്ട്രേറ്റ് അറിയിക്കുന്നത്. എന്നാൽ ജനങ്ങളെ ഭീഷണിപ്പെടുത്താനും മറ്റുമൊക്കെയായി ഇതിനെ ദുരുപയോഗം ചെയ്യുന്നതായുള്ള റിപ്പോർട്ടും ലഭിച്ചിട്ടുണ്ട്. ഭരണകൂടത്തിനും അയോധ്യക്കാർക്കുമെതിരെ മോശം ഭാഷയിലാണ് അദ്ദേഹം സംസാരിക്കുന്നതെന്നും മജിസ്ട്രേറ്റ് ആരോപിച്ചു. തെരഞ്ഞെടുപ്പും വികസന പ്രവർത്തനങ്ങളും അവലോകനം ചെയ്യാനായി വിവിധ സംഘടനാ നേതാക്കളുടെയും ജില്ലാ ഭരണകൂട ഓഫീസർമാരുടെയും യോഗമാണ് വിളിച്ചിരുന്നതെന്ന് യു.പി. കൃഷി മന്ത്രി സൂര്യപ്രതാപ് ഷാഹി പറഞ്ഞു. യോഗത്തിലേക്ക് രാജുദാസിന് ക്ഷണം ഉണ്ടായിരുന്നില്ലെന്നും എന്നാൽ യോഗത്തിൽ പൂജാരിയും ജില്ലാ മജിസ്ട്രേറ്റും തമ്മിൽ ഒന്നും സംഭവിച്ചിട്ടില്ലെന്നും മന്ത്രി അവകാശപ്പെട്ടു. യു.പി. ബി.ജെ.പി. അധ്യക്ഷൻ ഭൂപേന്ദ്ര സിംഗ് ചൗധരിയുടെയും ബ്രജ് മേഖലാ അധ്യക്ഷൻ ദുർവിജയ് സിംഗ് ഷാക്കിയുടെയും നേതൃത്വത്തിലാണ് ഫൈസാബാദിലെ തോൽവി ചർച്ച ചെയ്യാൻ രഹസ്യ യോഗം ചേർന്നത്. കഴിഞ്ഞ ബുധനാഴ്ച ആരംഭിച്ച യോഗം വ്യാഴാഴ്ച അവസാനിച്ചു. സിറ്റിംഗ് എം.പി. എന്ന നിലയ്ക്ക് ലല്ലു സിംഗിനെതിരെ ജനരോക്ഷമുണ്ടായിരുന്നുവെന്നാണ് യോഗത്തിലെ ഒരു കണ്ടെത്തൽ. ഇതോടൊപ്പം ബി.ജെ.പി. 400 സീറ്റ് നേടിയാൽ ഭരണഘടന തിരുത്തുമെന്ന അദ്ദേഹത്തിന്റെ പരാമർശവും തിരിച്ചടിയായി. ഇതോടൊപ്പം പ്രാദേശിക ഭരണകൂടത്തിനെതിരായ ജനവികാരമെല്ലാം പാർട്ടി തോൽവിയിൽ പ്രതിഫലിച്ചെന്നാണ് ബി.ജെ.പിയുടെ വിലയിരുത്തൽ. ഫൈസാബാദിൽ എസ്.പിയുടെ അവതേഷ് പ്രസാദിനോട് 54,567 വോട്ടിനാണ് ലല്ലു സിംഗ് പരാജയപ്പെട്ടത്. ലോക്സഭാ പരിധിയിലുള്ള 5 നിയമസഭാ മണ്ഡലങ്ങളിൽ അയോധ്യ സദറിൽ മാത്രമാണ് ബി.ജെ.പിക്ക് മുന്നിലെത്താനായിരുന്നത്. ഇവിടെ തന്നെ 2019 ഉണ്ടായിരുന്ന 25,587 ഭൂരിപക്ഷം 4,667 കുത്തനെ ഇടിയുകയും ചെയ്തിരുന്നു.